നിങ്ങൾ ഒരിക്കലെങ്കിലും പ്രിയപ്പെട്ട ഒരാളായിട്ട് കംപ്ലീറ്റ്ലി ഷട്ട് ഔട്ട് ആയിട്ടുണ്ടോ? അതായത് അദ്ദേഹം ഒരു മറുപടിയും തരുന്നില്ല, ഒരു എക്സ്പ്ലനേഷൻ പോലുമില്ല. വഴക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു സംസാരവും ഇല്ലാതെ നോ റെസ്പോൺസ്, നോ എക്സ്പ്ലനേഷൻ, ജസ്റ്റ് സൈലൻസ്. സൈക്കോളജിസ്റ്റ് ഡോക്ടർ ജോൺ ഗോഡ്മാൻ ഇതിനെ സ്റ്റോൺ വാളിംഗ് എന്നാണ് പറയുന്നത്. വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്രെഡിക്റ്റേഴ്സ് ഫോർ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ. ഒരു ബന്ധം തകരാനായിട്ട് കാരണമായേക്കാവുന്ന ഏറ്റവും വലിയ ഒരു കാരണമായിട്ടാണ് അദ്ദേഹം ഇതിനെ പറയുന്നത്. അദ്ദേഹം വേറൊരു കാര്യവും കൂടി പറയുന്നുണ്ട്. ഇത് ഒരാളെ ഇഗ്നോർ ചെയ്യുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് കാണിക്കുന്ന ഒരു പ്രവണതയുമല്ല. ഇതൊരു ഇമോഷണൽ കൺട്രോളാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ മനഃപൂർവ്വം വേദനിപ്പിക്കാനായിട്ട് ബോധപൂർവം ചെയ്യുന്ന ഒരു പ്രക്രിയയും കൂടിയാണ്. ഇത് കുടുംബങ്ങളിൽ കണ്ടുവരുന്നത് ഇങ്ങനെയാണ്. ഒരുപക്ഷെ പേരൻസ് തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുട്ടിയും പേരൻസും തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേരൻറ്റ് ഫിഗർ കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. ലൈഫ് പാർട്ട്നേഴ്സ് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഡിസ്കസ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആകുന്ന ഒരവസ്ഥ. ഇനി അഥവാ സിബ്ലിങ്സ് തമ്മിലാണ് എന്തെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിഷമം ഉണ്ടാകുമ്പോൾ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് അവർ പരസ്പരം സംസാരിക്കാതെ നിൽക്കുന്ന ഒരവസ്ഥ. ന്യൂറോ സയൻറ്റിസ്റ്റ് ഡോക്ടർ ഡാൻ സീഗൽ നടത്തിയ ഒരു പഠനം ഇങ്ങനെയാണ് പറയുന്നത്. ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മൗനം എന്നൊക്കെ പറയുന്നത് റിജക്റ്റ് ചെയ്തതായി നമുക്ക് തോന്നും. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രെയിൻ ഒരു ഫിസിക്കൽ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെ തന്നെ ഇതും എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ആൻസൈറ്റിയും അബാൻഡൻമെൻറ്റ് ഫീലിങ്സും ഒക്കെ ട്രിഗർ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലിസൺ, their സൈലൻസ് ഇസ് നോട്ട് യുവർ ഫോൾട്ട്. അവർ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത് നമ്മുടെ തെറ്റ് മാത്രമാണെന്ന് നിങ്ങൾ കരുതരുത്. നമ്മളെല്ലാവരും അർഹിക്കുന്നുണ്ട് ഓപ്പൺ ആയിട്ടുള്ള, ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് സൈലൻസ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്ത് നമ്മുടെ മാനസികാരോഗ്യം, നമ്മുടെ ഒരു ഇന്നർ പീസ് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രൊട്ടക്റ്റ് യുവർ പീസ്.